രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്പം അവിവേകമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ നാടിനു വേണ്ടി എനിക്ക് ചിലത് പറഞ്ഞേ പറ്റൂ. അനന്തപിള്ള പാർട്ടി തകർത്തു എന്ന് പറഞ്ഞപ്പോ മാറി നിൽക്കുന്നത് വീരത്വമാണെന്നാ എന്റെ അഭിപ്രായം. ഈ പാർട്ടിയിൽ ഇപ്പോഴും എന്റെ അച്ഛനും സദാശിവൻ സാറും പടനിലം തോമസ് സാറും ഉൾപ്പെടെയുള്ള കരുത്തരായ നേതാക്കളുണ്ട്. പാർട്ടിക്ക് പുതിയൊരു മുഖവും പ്രതിച്ഛായയും നമുക്ക് വേണം. അതിന് കരുത്തരായ യുവതി യുവാക്കളെയും കൂടി ചേർത്ത് ഇടഞ്ഞു നിൽക്കുന്ന മറ്റ് പാർട്ടി പ്രവർത്തകരെയും കൂടെ കൂട്ടി നമ്മുടെ മുന്നണി വികസിപ്പിച്ചെടുക്കണം. അനന്തപിള്ള പാർട്ടിയുമായിട്ട് പിണങ്ങിപ്പോട്ടെ. അത് ജനങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനുമാണെന്ന് വിവരമുള്ള ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഈ പാർട്ടി എല്ലാവരും ചേർന്ന് ശക്തമാക്കണം. KCPയിൽ ഇപ്പോഴും അണികളുണ്ട്. ഈ പൊതുജനം നിങ്ങൾ ഇപ്പോഴും വിശ്വാസമുള്ളവരാ. അതുകൊണ്ട് അച്ഛൻ പാർട്ടി പ്രവർത്തനം നിർത്തി നിരാശനായിട്ട് മാറരുത്. ഇതൊരു മകളുടെ അപേക്ഷയല്ല, ഈ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ റിക്വസ്റ്റ്. ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല. എന്നെപ്പോലെ ഇത്രത്തോളം അപമാനിതനായ മറ്റൊരു രാഷ്ട്രീയ നേതാവുണ്ടോ? അപമാനിതനായെന്നും പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് ഓടിയൊളിച്ച നഷ്ടപ്പെട്ട അഭിമാനം തിരിച്ചു കിട്ടൂ. പ്രതിഷേധിക്കണം. അനന്തംപിള്ള പറഞ്ഞു കൂട്ടുന്ന അനാവശ്യങ്ങൾക്കെല്ലാം നല്ല മറുപടി കൊടുക്കണം. വർമ്മ സാർ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞവരുടെ വായ അടപ്പിക്കണം. അതിനുള്ളൊരു വേദിയാ സജീവമാകുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ഇലക്ഷനെ നേരിടണം. ജയിക്കോ തോക്കോ എന്നുള്ളതെല്ലാം നമ്മുടെ പ്രവർത്തനം പോലിരിക്കും. ഇലക്ഷനെ നമുക്ക് നേരിട്ടേ പറ്റൂ. ഈ ഇലക്ഷനെ നേരിടാൻ നമ്മുടെ കൂടെ 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് മതി. ഒരേ പാർട്ടിയുടെ കൊടിക്കീഴില് 10 മണ്ഡലങ്ങളിലെങ്കിലും മത്സരിക്കണം. അച്ഛൻ തല ഉയർത്തി സാമൂഹിക രംഗത്തേക്ക് മടങ്ങി വരണം. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വർമ്മ സാർ എന്ത് പറയുന്നു? നമുക്ക് പുതിയ പാർട്ടിയൊന്നും ഉണ്ടാക്കണ്ട, പഴയ പാർട്ടി തന്നെ മതി. നമുക്ക് ഇലക്ഷനെ നേരിടണം. സാറേ, ഇതൊരു ക്രിട്ടിക്കൽ മൂവ്മെന്റാ. വർമ്മ സാറിന്റെ അഭിപ്രായം ഇവിടെ വളരെ വിലപ്പെട്ടതാണ്. സാറിൽ നിന്ന് അനുകൂലമായൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ലേ സാറേ? പേടിച്ചാ പിന്നെ ഓടി ഒളിക്കാൻ നമുക്ക് കാടുകളില്ല. സാറെന്താ മറുപടിയൊന്നും പറയാത്തത്?